കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയതിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടായിരുന്നുള്ളൂ, n ഒബ്സർവേഷൻസ് ഉള്ളൊരു ഡാറ്റ. അവരുടെ എർത്തമാറ്റിക് മീന് x ബാർ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം നമ്മളെ കയ്യിൽ ഒന്നിലധികം സെറ്റ് ഓഫ് ഡാറ്റകൾ ഉണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റയിൽ ഇപ്പോൾ n1 ഒബ്സർവേഷൻസ് ഉണ്ട്, അവരുടെ എർത്തമാറ്റിക് മീൻ നമുക്ക് x1 ബാർ എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആൻഡ് രണ്ടാമത്തെ സെറ്റ് ഓഫ് ഡാറ്റയിൽ n2 ഒബ്സർവേഷൻസ് ഉണ്ട്, അവരുടെ എർത്തമാറ്റിക് മീൻ നമുക്ക് x2 ബാർ എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഇപ്പോൾ രണ്ട് സെറ്റാണ് ഞാൻ ആദ്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പൈൻ സെറ്റ് ഉണ്ടല്ലോ, അവരുടെ എർത്തമാറ്റിക് മീൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ BSc ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അവരുടെ മീൻ മാർക്സ് 75 ആണ്. ആൻഡ് BCA ക്ലാസ്സിൽ, അത് PSCയുടെ കണക്കാണ്. ഇനി BCA എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു 40 സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ മീൻ മാർക്സ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ BSc BCA എന്ന് പറഞ്ഞ കമ്പൈൻ സെറ്റ് ഓഫ് 70 സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരുടെ എർത്തമാറ്റിക് മീൻ എന്താ, അവരുടെ ആവറേജ് മാർക്ക് എന്താണ് എന്ന് നമുക്ക് കാണേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുലയാണ് കമ്പൈൻഡ് എർത്തമാറ്റിക് മീനിൻ്റെ ഫോർമുല. ഈ 70 സ്റ്റുഡൻസിൻ്റെ കമ്പൈൻഡ് ഗ്രൂപ്പിൻ്റെ എർത്തമാറ്റിക് മീൻ നമ്മൾ കാണുന്നു. അപ്പോൾ അതേമാതിരി ഇവിടെ നമ്മൾ പറയുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റിൽ n1 ഒബ്സർവേഷൻസ് വിത്ത് എർത്തമാറ്റിക് മീൻ x2 ബാർ, സെക്കൻഡ് സെറ്റിൽ n2 ഒബ്സർവേഷൻസ് വിത്ത് എർത്തമാറ്റിക് മീൻ x2 ബാർ, then the combined arithmetic mean of n1 plus n2 observation. Combined arithmetic mean നമ്മൾ x bar കൊണ്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. Combined arithmetic mean x bar is equal to n1 x1 bar plus n2 x2 bar divided by n1 plus n2. ഇപ്പം രണ്ട് സെറ്റ് ഡാറ്റയുള്ളെങ്കിൽ ഫോർമുലയാണ്. ഇതിനെ നമുക്ക് എത്ര നമ്പേഴ്സിലേക്ക് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3 സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ combined arithmetic mean will be n1 x1 bar plus n2 x2 bar plus n3 x3 bar divided by n1 plus n2 plus n3. ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കമ്പൈൻഡ് സെറ്റിൻ്റെ എർത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇഫ് എ സാമ്പിൾ ഓഫ് സൈസ് 22 has a mean of 15 and another sample of size 18 has a mean of 20, find the mean of the combined sample. ഇവിടെ രണ്ട് സെറ്റ് ഡാറ്റകളാണുള്ളത്, അതിൻ്റെ നമ്പറും മീനും നമുക്ക് എടുത്തിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് സെറ്റിലത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n1 is equal to 22 and their mean x1 bar is equal to 15. ഓക്കെ, രണ്ടാമത്തെ സെറ്റിൽ നമ്പർ n2 bar is equal to 18 and their mean x2 bar is equal to 20. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ ആണ്. കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ x bar is equal to n1 x1 bar plus n2 x2 bar divided by n1 plus n2, which is equal to, what is n1? 22 into x1 bar 15 plus 18 into 20, 18 into n2 into x2 bar, that is 18 into 20 divided by n1 plus n2, that is 22 plus 18. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്, അതിന് ശേഷമാണ് ആഡ് ചെയ്യേണ്ടത്. 22 into 15, that is 330 plus 18 into 20, which is 360 divided by 22 plus 80, which is 40. This is equal to, add ചെയ്യുമ്പോൾ നമുക്ക് 690 by 40 എന്നാണ് വരുന്നത്, and which is equal to 17.25. ഇതാണ് ഈ സെറ്റിൻ്റെ കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ. അടുത്ത ക്വസ്റ്റ്യൻ, the mean weight of 150 students in a class is 60 kg. The mean weight of boys in the class is 70 kg and that of girls is 55 kg. Find the number of boys and girls in the class. അപ്പം ഇവിടെ മീൻ വെയിറ്റ് ഓഫ് 150 സ്റ്റുഡൻസ്, അതായത് ടോട്ടൽ 150 സ്റ്റുഡൻസ് ഉണ്ട്, ബോയ്സ് പ്ലസ് ഗേൾസ്, നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ് കൂടിയപ്പോഴാണ് 150 സ്റ്റുഡൻസ് കിട്ടുന്നത്. അവരുടെ
എർത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നിരിക്കുന്നത് കമ്പൈൻഡ് എർത്തമാറ്റിക് മീനും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസുമാണ് അല്ലേ. അപ്പോൾ നമുക്കത് എടുത്ത് എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് N1 + N2 ദാറ്റ് ഇസ് അവർ ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 150 എന്ന് തന്നിരിക്കുന്നു. ആൻഡ് ദർ എർത്തമാറ്റിക് മീൻ ദാറ്റ് ഈസ് എ കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ X bar is equal to 60. അതാണ് ഫസ്റ്റ് ലൈൻ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബോയ്സും ഗേൾസും ആണുള്ളത് അല്ലെ. N1 + N2 ബോയ്സ് ഉണ്ട് പ്ലസ് ഗേൾസ് ഉണ്ട്. അപ്പോൾ ബോയ്സിൻ്റെ മീൻ വെയിറ്റ് 70 kg ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബോയ്സിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ബോയ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ബോയ്സിൻ്റെ എണ്ണം N1 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ N1 എത്രയാണ് നമുക്ക് അറിയില്ല. അവരുടെ എർത്തമാറ്റിക് മീൻ നമുക്ക് തന്നിട്ടുണ്ട് X1 bar. മീൻ വെയിറ്റ് ഇസ് 70 kg എന്ന് തന്നിരിക്കുന്നു. ആൻഡ് ഗേൾസിൻ്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഗേൾസിൻ്റെ എണ്ണം നമുക്ക് അറിയില്ല. N2 എത്രയാണ് എന്ന് നമുക്ക് അറിയില്ല. ബട്ട് X2 bar അവരുടെ മീൻ വെയിറ്റ് എത്രയാണ്? 55 kg എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മനസ്സിലാവുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N1 എന്താണ്, N2 എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാൽ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് N1 + N2 150 ആണെന്ന് അറിയാലോ അല്ലേ. അപ്പോൾ N2നെ നമുക്ക് എങ്ങനെ എഴുതാം? N2 is equal to 150 minus N1 എഴുതാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ 2 അൺനോൺ വേരിയബിൾസിൽ നിന്ന് ഒരൊറ്റ അൺനോണിലേക്ക് മാറും. ഇനി നമുക്ക് കമ്പൈൻഡ് എർത്തമാറ്റിക് മീനിൻ്റെ ഫോർമുലയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ X bar is equal to N1 X1 bar plus N2 X2 bar divided by N1 plus N2 അല്ലേ. അപ്പോൾ X bar എന്ന് പറയുന്നത് നമ്മളുടെ കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ, അതായത് മീൻ വെയിറ്റ് ഓഫ് 150 സ്റ്റുഡൻസ് ദാറ്റ് ഈസ് 60 അത് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു N1 ഇൻറ്റു ബോയ്സിൻ്റെ എണ്ണം അറിയില്ല X1 bar ബോയ്സിൻ്റെ മീൻ വെയിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 70 എന്നാണ് പ്ലസ് N2നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 150 മൈനസ് N1 ഇൻറ്റു X2 bar ഗേൾസിൻ്റെ മീൻ വെയിറ്റ് 55 എന്നാണ് തന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ N1 + N2 വിച്ച് ഈസ് 150. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ നമുക്ക് N1 കണ്ടുപിടിക്കാം. N1 കണ്ടുപിടിച്ച് N2ലേക്ക് എത്താം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ 60 × 150 ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത് 70 N1 പ്ലസ് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 150 × 55 മൈനസ് 55 N1 ഇങ്ങനെ കിട്ടുന്നു. 60 × 150 ദാറ്റ് ഈസ് 9000 ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കൂ 70 N1 മൈനസ് 55 N1 വിച്ച് ഈസ് 15 N1. N1 ഉള്ള ടേമുകൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. പ്ലസ് ഇവിടെ നമ്മൾ നമ്പർ 150 × 55 which is 8250 or 9000 minus നമ്പേഴ്സിനെ എല്ലാം നമ്മളൊരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു 8250 that is equal to 15 N1. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 750 എന്ന് കിട്ടും. 750 is equal to 15 N1. What is N1? N1 is equal to 750 divided by 50 which is equal to 50. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഗേൾസ് N2നെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 150 മൈനസ് N1 എന്നുള്ള ടേംസിൽ എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് 150 മൈനസ് 50 ദറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ ക്ലാസ്സിൽ 150 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 50 ബോയ്സും ഉണ്ട്, 100 ഗേൾസുമാണ് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് n men and women the mean age is 30 years. അപ്പം ടോട്ടൽ ഗ്രൂപ്പിൽ n ആളുകളാണ് ഉണ്ടായിരുന്നത്, മെന്നും വിമനുള്ള ഗ്രൂപ്പിൽ. ആ കമ്പൈൻഡ് ഗ്രൂപ്പിൻ്റെ മീനാണ് 30 years എന്ന് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ മീൻ ഏജ് ഓഫ് എക്സ് മെൻ ഇസ് 32 ആൻഡ് n - x വിമൺ ഇസ് 27, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് മെൻ ഇൻ ദ ഗ്രൂപ്പ്. അതാണ് തന്നിരിക്കുന്നത്. അപ്പം മെന്നിൻ്റെ എണ്ണം എക്സ് എന്നും വിമണിൻ്റെ എണ്ണം n - x ആണ് പറഞ്ഞിരിക്കുന്നത്. മെന്നിൻ്റെ ആവറേജ് ഏജ് മീൻ ഏജ് ഇസ് 32
വിമണിൻ്റെ ആവറേജ് ഏജ് 27. ഇത്ര കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ആൻഡ് കമ്പൈൻഡ് ഗ്രൂപ്പിൻ്റെ മീൻ ഏജസ് 30. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ, നമ്മൾ സാധാരണ N1 + N2 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് N എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടലിൻ്റെ എണ്ണം N-ഉം ആൻഡ് കമ്പൈൻഡ് അർത്തമാറ്റിക് മീൻ, കമ്പൈൻഡ് ഗ്രൂപ്പിൻ്റെ മീനസ് 30 അല്ലേ. ഇനിയിപ്പം മെന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ എണ്ണം നമ്മൾ N1 കൊണ്ട് ഡിനോട്ട് ചെയ്യും. അത് എത്രയെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് X എന്നും, അവരുടെ ആവറേജ് ഏജ്, മീൻ ഏജ് എന്ന് പറയുന്നത് 32. ഇപ്പം വിമണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ എണ്ണം N2 = N - X ആൻഡ് മീൻ ഏജ് X2 bar = 27. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് മെൻ ഇൻ ദ ഗ്രൂപ്പ്. അപ്പം മെന്നിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? നമ്മൾ പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്നിൻ്റെ എണ്ണം അല്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ, ദറ്റ് ഈസ് N ഇൻറ്റു 100. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് മെൻ ഇൻ ദ ഗ്രൂപ്പ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? X ഡിവൈഡഡ് ബൈ N ഇൻറ്റു 100. ഈ കാൽക്കുലേഷൻ നമുക്ക് നടത്തിയാൽ മതി. അതായത് സെപ്പറേറ്റ് ആയിട്ട് X = എത്രയാണ്, N = എത്രയാണെന്നും കാണണ്ട. X/N ഇൻറ്റു 100 എന്ന് പറഞ്ഞ കാൽക്കുലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോർമുലയിലേക്ക് നോക്കാം. കമ്പൈൻഡ് അർത്തമാറ്റിക് മീൻ X bar = N1 X1 bar plus N2 X2 bar divided by N1 plus N2. That is, X bar is 30. 30 = N1, that is X, into X1 bar, which is 32, plus N2, which is N minus X, into X2 bar, which is 27, divided by N1 plus N2, which is N. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 30N = ഇവിടെ എന്ത് വരുന്നു? 32X പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 27N മൈനസ് 27X ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 30N ഇവിടെ 27N ഉണ്ട്. അവർ രണ്ടുപേരും ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 30N മൈനസ് 27N, ദറ്റ് ഈസ് ഈക്വൽ ടു 32X മൈനസ് 27X. 32X മൈനസ് 27X ഈ സൈഡിലിടും അല്ലേ. അപ്പോൾ what is 30N minus 27N? That is 3N. 3N is equal to 32X minus 27X is 5X. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 3N is equal to 5X എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? നമുക്ക് പെർസെൻറ്റേജ് ഓഫ് മെൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. മെന്നിൻ്റെ എണ്ണം വിച്ച് ഇസ് X ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. ഇങ്ങനെയല്ല നമ്മൾ സാധാരണ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. ദ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ X/N കണ്ടാൽ മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 3N ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു X, അല്ലെങ്കിൽ 3/5 ഇസ് ഈക്വൽ ടു ഈ N ഇങ്ങോട്ട് കൊണ്ടുപോയ X/N. ഈ X/N നമുക്ക് കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്കറിയാം X/N ഇസ് ഈക്വൽ ടു 3/5. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഇസ് പെർസെൻറ്റേജ് ഓഫ് മെൻ? X/N ഇൻറ്റു 100, വിച്ച് ഈസ് 3/5 ഇൻറ്റു 100, വിച്ച് ഈസ് 3 ഇൻറ്റു 20, വിച്ച് ഈസ് 60. അപ്പോൾ 60% മെന്നാണ് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ബാക്കി 40% വിമണും ഉണ്ട്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.